പുനലൂരിൽ ചങ്ങലക്കിട്ട് ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പി ആർ ജിജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ 20 പേരാണുള്ളത്. ഷമീറാണ് വിവരങ്ങളുമായിട്ടുള്ളത്. ഷമീർ, കഴിഞ്ഞ ദിവസമാണ് ഈ ശരീരമൊക്കെ ചങ്ങലക്കിട്ട് ബന്ധിച്ച നിലയിൽ ജീർണിച്ച ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിവില്ല. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? സേതുലക്ഷ്മി, ഏതാണ്ട് 2 ആഴ്ച പഴക്കമുള്ള മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം പുനലൂരിന് സമീപം ഒരു ആളിഞ്ഞ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് കണ്ടെത്തിയത്. ഈ മൃതദേഹത്തിന് ചങ്ങലയിട്ട് ബന്ധിച്ച നിലയിലാണ് കാണപ്പെട്ടത്. സമീപത്തായി ഒരു കന്നാസും പെട്രോളും കണ്ടെത്തുകയുണ്ടായി. ഏതായാലും ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ ടീമിനെ തന്നെ നിയോഗിച്ചിരിക്കുന്നത്. 20 അംഗ അന്വേഷണ ടീമിനെ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ആർ ജിജുവിന്റെ നേതൃത്വത്തിൽ നയിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക വിവരങ്ങൾ അറിയിക്കാനായി ഒരു ടെലിഫോൺ നമ്പർ കൂടി പോലീസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. 94 97 96 0 699 എന്ന നമ്പറാണ്. അതായത് കാലിന് വൈകല്യമുള്ള ആളുകളെ കാണാതായിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി ഈ നമ്പറിലേക്ക് കേരളത്തിന് പുറത്തും അകത്തുമുള്ള ആളുകൾ പോലീസിനെ അറിയിക്കണമെന്നാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും മൃതദേഹം കണ്ടയിടത്തു നിന്നുള്ള ടെലിഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച്, അതായത് മൃതദേഹം കിടന്ന ഭാഗത്തുള്ള ടവർ ലൊക്കേഷനിൽ നിന്നും കഴിഞ്ഞ 2 ആഴ്ച പോയി വന്ന കോളുകളുടെ ലിസ്റ്റുകൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും പ്രദേശം സമീപത്തായുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് എടുക്കുന്നുണ്ട്. ഒന്നിലധികം പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ എടുക്കുക. എന്തായാലും ഈ അന്വേഷണ ടീമിനെ നയിക്കുന്നത് റൂറൽ SP വിഷ്ണു പ്രദീപിനെ ദിനംപ്രതിയുള്ള വിശകലനങ്ങൾ വിവരങ്ങളും അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഓക്കെ ഷമീർ, ശരി, വ്യക്തമാണ്.